ഓക്കെ, ഗുഡ് ഈവനിങ്. നമ്മുടെ സീരിയസ് എജുവിന്റെ ഈ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറെ ടോപ്പിക് ഒന്നുമില്ല, വളരെ ഒരു ചെറിയൊരു ഏരിയ. അതേസമയത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ മുൻ വർക്ക്ഷോപ്പുകളിലെ പോലെയുള്ള അല്ലെങ്കിൽ സെഷനിലുള്ള പോലെയുള്ള കുറെ ടൂളുകൾ പരിചയപ്പെടുത്തിയിട്ട് പോകുന്നതിന് പകരം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്നത്തെ ഒരു സെഷന് റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡിയാണല്ലോ അല്ലേ? മുന്നോട്ട് പോവാം. നിങ്ങൾ അപ്പൊ റെസ്പോണ്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു സൗകര്യം വരും. ഓക്കെ, Go ahead, go ahead. ശരി 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 ശരി. ഓക്കെ, ഞാന് പിന്നെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ല സോറി, മ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും. അപ്പൊ ഇനി പ്രസന്റേഷന് ശേഷം നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിനുശേഷം നമുക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പോകും. ഓക്കെ, നമുക്ക് നിലവില് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്കൊക്കെ സുപരിചിതമാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള, ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പൊ ഈ ക്യാൻവയുടെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡെപ്ത് ആയിട്ട് പഠിച്ച ആളുകൾക്ക് മാത്രമാണ് വല്ല ഡിസൈനിങ് വർക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല പൊതുവെ നമുക്ക് ഒന്ന് കടന്നെല്ലാം മടിയാണ് ഉള്ള, അല്ലെങ്കിൽ കടന്നെല്ലാം കുറച്ച് റിസ്ക് ഉള്ള പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ ഇതിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിന്റെ ട്രെയിനിങ് കിട്ടിയ അല്ലെങ്കിൽ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമാണ് എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുക. അപ്പൊ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പോസ്റ്റർ ഒക്കെ ചെയ്യുക എന്നുള്ളത്, പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്നതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ടെക്നിക്കൽ സാധ്യതകൾ നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതിൽ ക്യാൻവയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ക്യാൻവയുടെ പ്രത്യേകത അതിലെ പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് ഡിസൈനുകൾ നമുക്ക് ഓൾറെഡി അവിടെ ഇൻബിൽറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ ഓൾറെഡി റെഡി ആയിട്ട്, റെഡിമെയ്ഡ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആകെ ചെയ്യേണ്ടത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എടുത്തിട്ട് നമുക്ക് ആവശ്യമായ ഭേദഗതികൾ വരുത്തിയിട്ട്, ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, ക്യാൻവയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു പ്രോ വെർഷൻ ഈ ഫ്രീ വെർഷനിൽ അവൈലബിൾ ആവില്ല. അല്ലെങ്കിൽ അതിന്റെ ഒരു ഐക്കൺ ചിഹ്നം, ഒരു ഐക്കൺ ഉണ്ടാവും, ഒരു പിന്നെ ക്ലൗഡിന്റെ ചിഹ്നമുള്ള ഒരു ഡിസൈനുകളും ഒരു ടെംപ്ലേറ്റുകളും നമുക്ക് അവൈലബിൾ ആവില്ല. അത് ചെയ്യുന്ന സമയത്ത് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിന്റെ ഒരു എന്തുണ്ടാവും, വാട്ടർമാർക്ക് ഉണ്ടാവും. സേവ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും ക്യാഷ് ചോദിക്കും. ഇതാണ് അതിന്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതേസമയത്ത് ഫ്രീ ആയിട്ടും കുറെ കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടും ചെയ്യാം. പക്ഷെ നല്ലൊരു ഡിസൈൻ എടുത്ത് നോക്കുമ്പോൾ അതിനൊക്കെ പൈസ കൊടുക്കണം. ശരിയാണോ? ഉപയോഗിക്കുന്ന ആളുകളൊന്ന് റിപ്ലൈ തരും. അങ്ങനെ തന്നെയാണോ അനുഭവങ്ങൾ? അതിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്നത് നമുക്കിത് പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനിലൂടെയാണ്. ക്യാൻവയുടെ പ്രോ വേർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡിസൈനുകളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ക്യാൻവയുടെ പ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് കഴിയില്ല എന്നറിയാം, എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ അതിലൂടെ പറയുന്നു. അത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നിന്ന് ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, നമുക്ക് മാജിക് റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ക്യാൻവയിലുണ്ട്. അതായത് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ചാറ്റ് GPT നിന്ന് പോയി എഴുതാതെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു മാറ്റർ അടിച്ചിട്ട് ബാക്കി AI കൊണ്ട് എഴുതിപ്പിക്കാം. ഇപ്പോൾ ഇതിൽ ക്യാൻവയിൽ തന്നെ ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാജിക് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഒരു മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇതിന്റെ പ്രോയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതി. അപ്പൊ അതില് നമുക്ക് AI കൂടി സപ്പോർട്ടർ കൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ഫീച്ചർ. മറ്റൊന്ന് പിന്നെ മാജിക് ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. മാജിക് എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവം ഇതിന്റെ അകത്തുണ്ട്. മാജിക് എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസൈനിൽ ചെയ്തു വെച്ച ഒരു കണ്ടന്റ് നമുക്ക് തോന്നുകയാണ് ഇത് എന്ത് ചെയ്യണം, ഒരു വാൾപേപ്പർ സ്റ്റൈലിലേക്ക് മാറ്റണം, അതല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് സ്റ്റൈലിലേക്ക് മാറ്റണം. സെയിം കണ്ടന്റ്, സെയിം പോസ്റ്റർ എന്ത് ചെയ്യും, ഒറ്റ ക്ലിക്കിന് വേറൊരു വേർഷനിലേക്ക് മാറ്റി തരും. ഇത് വളരെ സൗകര്യമാണ്. കാരണം നമുക്ക് അതേ സംഗതി വീണ്ടും
റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിന് പകരം ഒറ്റ ക്ലിക്കിന് എന്ത് ചെയ്യും, ഇവര് ഇത് ചെയ്തു തരും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഒരു ആനിമേറ്റഡ് വേർഷൻ ആണ് ഇവിടെ നിങ്ങൾ ഇതിന്റെ ഡെമോയിൽ കാണിക്കുന്നത്. അതായത് പിന്നെ കണ്ടന്റുകൾ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ട് ഒരു ആനിമേറ്റ് സ്വഭാവത്തിൽ കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം. നമുക്കിത് ആ ഒരു ഇമേജ് AI വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒരു ചിത്രത്തിൽ കുറച്ച് ഭാഗമേ ഉള്ളെങ്കിൽ മാജിക് എക്സ്പാൻഡ് എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു കണ്ടന്റ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വീഡിയോ ക്യാൻവയുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും ക്യാൻവയിൽ അതിന്റെ പിന്നെ വേർഷനിൽ നമുക്ക് കുറെ ആഡ് ഓൺ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അകത്ത് തന്നെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് വീഡിയോയും അതുപോലെ തന്നെ ഇമേജുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ അതില് പിന്നെ ഒരു മാജിക് ഗ്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ നമുക്ക് ചിത്രങ്ങളൊക്കെ ആവശ്യാനുസരണം മൂവ് ചെയ്യാനും മറ്റുള്ള ഓപ്ഷനുള്ള ഒരു സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മാജിക് മോർഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ബ്രാൻഡ് നമുക്കുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു കമ്പനി നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഉണ്ട്. ആ സ്ഥാപനത്തിന്റെ ഒരു പിന്നെ പാറ്റേണിലായിരിക്കണം അതിന്റെ എല്ലാ ഡിസൈനുകളും വരേണ്ടത്. ഒരു ബ്രോഷർ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മളൊരു ബ്രാൻഡിന്റെ ഒരു ലോഗോ ഒക്കെ ഒരു കളറൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമിനും എല്ലാ നോട്ടീസിനും സെയിം കളർ പാറ്റേണോ സെയിം ഡിസൈനുകൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലോഗോയുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഫോണ്ട് അടക്കം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ ഡിസൈനുകളിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ബെനിഫിറ്റ്. പിന്നെ അതിന് മറ്റൊരു സൗകര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇതിൽ ഷെഡ്യൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഇപ്പൊ നമുക്കൊരു കണ്ടന്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ ഇന്ന പോസ്റ്റ് എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിന്റെ ഒരു ഫീച്ചറാണ്. അതിനേക്കാൾ ഒക്കെ ഉപരി നമുക്കൊരു ഡെയിലി അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഉപകാരമുള്ള ഒരു സംഗതിയാണ് നമുക്കൊരു ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോഗോയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുക എന്ന് പറയുന്നത്. BG റിമൂവർ. നമ്മൾ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുടെ സംസാരിക്കുന്ന ഫോട്ടോ ആണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് അയാൾ സംസാരിക്കുന്ന ഭാഗം മാത്രം കിട്ടണമെങ്കിൽ നമുക്ക് ഈ BG റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. മാജിക് എറൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. മാജിക് ഗ്രാബ് നമ്മൾ പറഞ്ഞു, ഒരു കണ്ടന്റ് നീക്കാൻ പറ്റും. ഗ്രാബ് ടെക്സ്റ്റ് എന്നുള്ള ഒരു സംഗതിക്കകത്തുള്ള ടെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. മാജിക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മാജിക് എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു പിന്നെ ചിത്രത്തിന്റെ ഒരു ഭാഗം പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭാഗം എന്ത് ചെയ്യും, AI ഫില്ല് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. പിന്നെ നമുക്ക് അതിലുള്ള ഈ പ്രൊവേഷന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതേപോലെ ആയിരിക്കും. കാൻവ ഫ്രീയിൽ ഇതേപോലെയാണ് കാണിക്കുക. പക്ഷെ കാൻവ പ്രോയിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഫുൾ ക്വാളിറ്റിയിൽ ഇമേജ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് ഒരു ഡിസൈൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ലിമിറ്റ് ഉണ്ട്. അത് നമുക്ക് ഫ്രീ മാത്രം ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഇതിൽ ആ ലിമിറ്റ് ഇല്ല. നമുക്ക് ഇവിടെ സൈസ് എത്രയും എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. ഇപ്പൊ ഒരു വലിയൊരു ഫ്ലെക്സോ അല്ലെങ്കിൽ വലിയൊരു പ്രിന്റ് എടുക്കണമെങ്കിൽ പോലും നമുക്ക് എത്രയും അതിന്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയാം. ഓക്കെ. പിന്നീടും നമുക്ക് ഇതേപോലെ ഒരുപാട് സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് AI ഒരുപാട് സപ്പോർട്ട് ഇതിലുണ്ട്. ഡാലി അങ്ങനെ ഒരുപാട് AI ടൂളുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഈ ക്യാൻവ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിന്നെ പേജ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ഗ്രേഡ് ടു ക്യാൻവ പ്രോ എന്ന് കാണാൻ കഴിയും. കാണുന്നുണ്ടല്ലോ ഇവിടെ ഈ നമ്മുടെ പേരിന്റെ താഴെ. ഓക്കെ. അത് എടുത്തു കഴിയുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. അത് ക്ലിക്ക് ചെയ്ത് അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ക്രീൻ ഇതായിരിക്കും. 12 മാസത്തിന് 4000 രൂപ, ഒരു മാസത്തിന് 500, ഒരു വീക്കിന് 199, ഒരു ഡേ 69. ഇങ്ങനെ ഒരു മെസ്സേജ് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്, നമ്മുടെ ടീമിൽപ്പെട്ട ടീച്ചേഴ്സിന് ഇതിന്റെ ഒരു സേവനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു പാക്കേജാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 4000 രൂപ പകരം ഈ 4000 രൂപ നിങ്ങൾക്ക് മുടക്കാതെ തന്നെ നമ്മളുടെ ഈ 3 ഡേ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഒരു ക്യാൻവയുടെ
പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് അതിന്റെ ഫീസിൽ ഇൻക്ലൂഡ് ആണ്, നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. മാത്രമല്ല ഒരു 1 വീക്ക് ഓൺലൈൻ കോഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 5 അവർ ഓൺലൈൻ സെഷൻ, 5 ഡേ ഓൺലൈൻ സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്യാൻവ പ്രോക്ക് ഒരു 5 ഡേ സെഷന് നമ്മളൊരു മിനിമം ചാർജ് വെച്ചിട്ട് 1000 രൂപ കൂട്ടി കഴിഞ്ഞാൽ 5000 രൂപയുടെ ഒരു പ്രോഗ്രാം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് 5000-ത്തിന് പകരം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു 1999 എന്ന് പറയുന്ന ഒരു ഫിഗർ ആണ് നമ്മൾ ഇതിന് നിശ്ചയിക്കുന്ന ഒരു ഫീസ്. അതായത് ക്യാൻവ പ്രോയും കിട്ടും, 5 ദിവസത്തെ ട്രെയിനിങ് അടക്കം ഇതിന്റെ ഒരു മാസ്റ്ററിങ് കോഴ്സ് ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. നമുക്കൊരു 4 പോസ്റ്റർ ഉണ്ടാക്കിയാൽ തന്നെ ഈ ക്യാഷ് മുതലാവും, അല്ലെങ്കിൽ 4 ബ്രോഷർ ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ പുറത്തു കൊടുക്കുന്ന ക്യാഷ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. മാത്രമല്ല 1 വർഷം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിപ്പോ തീരുമാനിച്ചത് എന്താ വെച്ചാൽ ഈ 1999 നമ്മൾ ഈടാക്കുന്നില്ല. പകരം നമ്മൾ ഈ ക്യാൻവ പ്രോ മാത്രം ആവശ്യമുള്ള ആളുകൾക്ക്, അതായത് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ലാത്ത ആളുകൾക്ക് വെറും 399 രൂപക്കും, അതേ സമയത്ത് ഈ ക്യാൻവ പ്രോ മാത്രം പോരാ, ഒരു ട്രെയിനിങ് കൂടി ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 4-5 ദിവസം ഇതിലൊരു മാസ്റ്ററിങ് സെഷനും കൂടി ഇതിന് സാധ്യതകൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എനിക്ക് ക്യാൻവ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്ക് ഒരു 999 ഒരു പാക്കേജുമാണ് നമ്മളെ അടുത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ ഒരു സെഷൻ, അതിന്റെ ഒരു ഡെമോ നമ്മളത് ഫ്രീ ആയിട്ട് ഇന്ന് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിപ്പോ ഈ ഒരു ഫസ്റ്റ് ബാച്ച് നിലക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിലൊരു മാസ്റ്ററിങ് നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു പിന്നെ എന്താണ് പറയാ എക്സ്പെർട്ട് ആവണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ചാറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് അതിലേക്ക് വരാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് ക്യാൻവയുടെ ഒരു മേഖല, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് സർട്ടിഫിക്കറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഐയുടെയും കൂടി സപ്പോർട്ടോട് കൂടി നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്കൊരു വലിയ ഒരു ടീമിന് നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോഴും ഞാൻ ഇപ്പോൾ നടത്തിയ പങ്കെടുത്ത പല പരിപാടിയിൽ പോലും സർട്ടിഫിക്കറ്റിൽ പേന കൊണ്ട് എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഒരു ബ്ലാങ്ക് പ്രിന്റ് അടിക്കും, പിന്നീട് നമ്മൾ ഓരോന്നിനും പ്രിന്റ് അടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു പരിപാടിയാണെങ്കിൽ പോലും അത് എഴുതി കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണുള്ളത്. പക്ഷെ ഇന്ന് അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് 1000 ആളുണ്ടെങ്കിൽ പോലും ഒറ്റ ക്ലിക്കിന് നിങ്ങൾക്ക് അതിന്റെ ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഓൺലൈൻ സെഷൻ ആണെങ്കിൽ പോലും, അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അറ്റൻഡ് ചെയ്തതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു കാര്യമാണ്. അതിനിപ്പോ നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾ അതിന്റെ ഒരു ഈ വേർഷൻ കൊടുത്താൽ പോലും അത് എന്ത് ചെയ്യും, ആൾക്കൊരു അംഗീകാരമാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ് യഥാർത്ഥത്തിൽ ഈ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോ ഒരു ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ ഒരു സെഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് ചെയ്യാം. ഒന്നുമില്ല, ഒരു ക്ലാസ്സിൽ ഒരു മത്സരം നടത്തുന്നു. അപ്പൊ മത്സരത്തിന് കുട്ടികൾക്ക് ഒരു അംഗീകാരം നിലക്ക് നിങ്ങൾക്ക് ചെയ്യാം, വേണമെങ്കിൽ ഫോട്ടോ വെച്ച് ചെയ്യാം. അങ്ങനെ പല സാധ്യതകളും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു ഡെമോ ഞാൻ സെർച്ച് ചെയ്യാം. ഇതാണ് ക്യാൻവയുടെ ഒരു പ്രോ വേർഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഓക്കെ, എവിടെയാണ് സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യാണ്. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ മെത്തേഡുകളൊക്കെ. നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ള കണ്ടന്റുകൾ ജസ്റ്റ് ആണ് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനേകം ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആയി കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്തു. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്താണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡിസൈനുകൾ കാണാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയി തോന്നുന്ന ഏറ്റവും ഡിസൈൻ എടുക്കാം. അപ്പൊ ഇത്തരം ഒരു ഡിസൈൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം ആവശ്യമുള്ള, ഒരുപാട് അധ്വാനവും ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ ഇപ്പോ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. ജസ്റ്റ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
ഏതെടുക്കണം നോക്കാം. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു. ഓക്കെ, ഇത് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടേതാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇവിടെ ആളെ പേരുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മാറ്റർ നമുക്ക് തയ്യാറാക്കാം. അതിന് നമുക്ക് എഐനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഞാനിപ്പോ ജസ്റ്റ് ചാറ്റ് ജി പി ടിയോട് തന്നെ അതിന്റെ ഒരു ഒരു പ്രൊഫഷണൽ സ്വഭാവത്തിലൊരു കാര്യം ഞാൻ ചാറ്റ് ജി പി ടിയോട് തന്നെ ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് എഴുതിയാൽ മതി. എന്നാലും നമുക്ക് ചിലപ്പോ ചിലർക്കെങ്കിലും എങ്ങനെ മാറ്റർ അതിന്റെ പ്രൊഫഷണൽ രീതി അറിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്തു നോക്കാം. ഹലോ, ഏനെ ഓക്കെ, സോറി സോറി. ഓക്കെ, സോറി, ഞാന് പിന്നെ സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ ഇപ്പോ? ചാറ്റ് ബോക്സ് ഓഫ് ചെയ്തു, അതുകൊണ്ടാണ് കാണാം. പിന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സോറി. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഇതാണ് നമ്മുടെ ക്യാൻവയുടെ നോർമൽ വെർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ഒരു ഐക്കൺ കാണാൻ കഴിയും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, യൂസ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആണ് പൊതുവെ ഉണ്ടാകുക. അപ്പോൾ ഞാൻ അതിന് പകരം പിന്നെ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിന്റെ പ്രോ പേജ് ആണ്. ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ക്യാൻവ ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മളുടെ ക്യാൻവയുടെ ഹോം പേജ്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ടുള്ള ചില ടൈറ്റിലുകൾ ജസ്റ്റ് പറഞ്ഞു പോവാം. മാജിക് സ്റ്റുഡിയോ ആണ് ഈ പ്രോ വേർഷനിലെ ഒരു അട്രാക്റ്റീവ് ആയ സംഗതി. ഇതിലാണ് നമുക്ക് കുറെ AI സപ്പോർട്ടോട് കൂടിയുള്ള കുറെ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നേരത്തെ ചെയ്തു വെച്ച വർക്കുകളുടെ കളക്ഷൻസ് ആണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡിസൈനുകളുടെ പാറ്റേണുകളുടെ കളക്ഷൻസ് ആണ് ഈ പറയുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഒരു നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ ഒരു ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോ ഞാനിപ്പോ നമ്മള് ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാണ്. സർട്ടിഫിക്കറ്റ് ഏത് തരത്തിലുള്ള, ഇപ്പൊ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ, നമുക്ക് അങ്ങനെ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കുക, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കാണാൻ കഴിയും. ഓക്കെ, ഞാനൊരു ലാൻഡ്സ്കേപ്പ് ആണ് ചൂസ് ചെയ്തത്. കാണുന്നുണ്ടല്ലോ, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡിസൈനുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ സർട്ടിഫിക്കറ്റ് അകത്തുള്ള കണ്ടന്റുകൾ നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്തിയിട്ട് നമ്മളുടേതാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കേട്ടോ, ഇവിടെ ഒരു കഴ്സർ വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു നീല വയലറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണാം. ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം മാറ്റാം. അത് ഓൾറെഡി ഇപ്പോ
ഇങ്ങനെ ഒരു സ്ട്രക്ചറിലൂടെ നമുക്ക് അധികം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പേരുകൾ, ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളെ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതില് കണ്ടന്റ് നമുക്ക് തയ്യാറാക്കണം, ഇതിൽ എന്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു രീതി എന്ന നിലയ്ക്ക് ഞാൻ ChatGPT ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇത്രയും കൊടുത്തു. ഇനി അതൊരു ഓൺലൈൻ ആയിട്ടാണ് സെഷൻ എന്നുള്ളതും കൂടി ഇതിൽ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഞാനിത് പിന്നെ അവര് ഒരു ചിലപ്പോൾ താഴെ എഴുതി വരുന്ന രീതിയായിരിക്കും ഉണ്ടാകുക. ഞാനതൊരു പാരഗ്രാഫ് സ്റ്റൈൽ എന്നും കൂടി പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലൊരു എത്ര വേർഡ്സ് വേണം, ചിലപ്പോൾ വലിയൊരു ഇതൊക്കെ എഴുതി തരും. അപ്പൊ അതിന് പകരം നമുക്കൊരു ലിമിറ്റഡ് വേർഡ് എണ്ണം കൊടുക്കാം. ഒരു പിന്നെ 25 വേർഡ്സ് അല്ലെങ്കിൽ 30 വേർഡ്സ്, അതൊക്കെയാണ് ഒരു ഭാഗം. ഇത്രയും കൊടുത്തപ്പോ നമുക്ക് എന്താ ചെയ്തു തരുന്നത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിൾ പരിപാടിയാണ്. എന്നാൽ പോലും അതിനൊരു നമ്മൾ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതി സ്വീകരിക്കാം. അപ്പൊ അതിന്റെ ഒരു പ്രൊഫഷണൽ ടച്ച് വന്നു. ഓക്കെ, അതിന്റെ കഴിഞ്ഞാല് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകളോ മറ്റൊന്നും ഇല്ലാന്ന് നമുക്ക് ഉറപ്പുവരുത്താനൊക്കെ നല്ലതാണ് അങ്ങനെ ഒരു പിന്നെ ടച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, അതിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇവിടെ ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡ്, അതൊന്നും ആവശ്യമില്ല. ഓക്കെ, അത് ഓൾറെഡി അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. ഫോർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ക്യാൻവ വർക്ക്ഷോപ്പ് ഓൺ June 24, 2024 എന്ന് പറഞ്ഞിട്ട് ലെഡ് ബൈ സുഹൈർ സിറിയസ്, ഓർഗനൈസ്ഡ് ബൈ സിറിയസ് എച്ച്, ഹെൽഡ് ഓൺലൈൻ. ഓക്കെ, പെർഫെക്റ്റ് ആയില്ലേ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ പിന്നെ AI വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഒരു കണ്ടന്റ് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പിന്നെ 1 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്ലിയർ ആയോ എങ്കിൽ ഒന്ന് 1 ടൈപ്പ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഞാൻ ആ പ്രോഗ്രാമിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തു, എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വേർഡ് ലിമിറ്റ് കൊടുത്തു, 25 വേർഡ്, 30-35 ഒക്കെ ആക്കാം. ഓക്കെ, മതി. അപ്പോ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, നല്ലൊരു മാറ്റർ തയ്യാറാക്കി തന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് കണ്ടന്റിൽ ഇനി സംശയമൊന്നുമില്ല. നമുക്ക് ഇനിയിപ്പോ ആകെ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പേര് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇതിലിപ്പോ 2 പേര് ഉള്ളത് ഞാനിപ്പോ തൽക്കാലം ഒരു പേര് ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിന്റെ സെന്ററിലേക്ക് ഇത് മാറ്റുന്നത് ശ്രദ്ധിക്കുക. ജസ്റ്റ് സെന്ററിലേക്ക് വെക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു വയലറ്റ് ലൈൻ പോകുന്ന കാണാം. ഒന്ന് നിങ്ങളൊന്ന് മൊബൈൽ ഒന്ന് സൂം ചെയ്താൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണും. ഒരു വയലറ്റ് ലൈന് പോകുന്നുണ്ട്. അപ്പൊ അതായത് ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ക്യാൻവയിൽ ചെയ്യുന്ന ആളുകൾ തന്നെ ഈ അലൈൻമെന്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ ഈ വയലറ്റ് ലൈന് ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ ഈ വയലറ്റ് ലൈന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോ എന്ത് ചെയ്തു, ഇവിടെ പേര് കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് പട്ടേൽ. ഓക്കെ, ഇത് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത്രയായി കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു സൈന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിന്റെ ബട്ടൺ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സൈന് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഒരു പിന്നെ ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ലോഗോ അപ്ലോഡ് ചെയ്യേണ്ട ബട്ടൺ ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഞാനിപ്പോ ഒരു ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ലോഗോ ഇതിലേക്ക് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ കംപ്ലീറ്റ് കണ്ടന്റ് റെഡി ആയി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിലെ കണ്ടന്റ് റെഡിയാണ്. ഇനിയിപ്പോ ഉള്ള വിഷയം നമ്മുടെ പേര് ആഡ് ചെയ്യലാണ്. ഓക്കെ, അതിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഓക്കെ, ഇപ്പൊ എന്താ ഈ ഒരു നല്ലൊരു പാറ്റേണിൽ ഡിസൈനിൽ സംഗതിയായി. ഇനിയിപ്പോ ഇതിലധികം നമ്മളുടെ കളി വരുത്താതിരിക്കുകയാണ് ഇതിന്റെ ഒരു പെർഫെക്ഷൻ. അല്ല, ഈ ക്യാൻവയിൽ കളിക്കുമ്പോൾ ഒക്കെ നല്ലത് നമ്മളുടെ ഇടപെടൽ മാക്സിമം കുറക്കുക.
ആരും അറിയാത്ത രീതിയിലുള്ള എഡിറ്റുകൾ മാത്രം നടത്തുക. എന്നാൽ അത് അതിൻ്റെതായ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും. നമ്മളിത് അങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ടച്ച്, പ്രൊഫഷണൽ ടച്ച് ചിലപ്പോൾ മിസ്സാകാനുള്ള സാധ്യത ഉണ്ട്. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തളർത്തുകയല്ല ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഡിസൈനിൽ അധികം കളിക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് ഇവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് വെക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ കൊളാവും. അപ്പൊ അത് നമുക്ക് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് അത് ബാക്കിലേക്ക് വെച്ചത് അതിൻ്റെതായ പെർഫെക്ഷനിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായതോടുകൂടി സർട്ടിഫിക്കറ്റ് റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്, നമുക്ക് ഇതിൽ പേര് ഈ മുഹമ്മദ് പട്ടേൽ എന്നുള്ളിടത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേര് വരണം. ഓക്കെ, അതിനെന്താണ് വഴി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങളുടെയൊക്കെ ഡാറ്റകൾ ഇപ്പോ പിന്നെ നേരത്തെ ഫില്ല് ചെയ്ത ആളുകളുടെ മുഴുവൻ ഡാറ്റകൾ നമ്മളെ അടുത്തുണ്ട്. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെ ഇനി ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിന്ന് നിങ്ങളൊന്ന് ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. റിപ്പീറ്റ് ചെയ്യേണ്ടതില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഒരു ടെംപ്ലേറ്റ് എടുത്തു, അതിൽ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചു, മാറ്റർ റെഡിയായി, ലോഗോ ആഡ് ചെയ്തു. ഓക്കെ, ഇതിപ്പോ വേറെ വിഷയം ഇവിടെ വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് പറയാം. ഈ ലോഗോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഒരു വിഷയം വരും. ഇതിപ്പോ വെയിറ്റിലായതുകൊണ്ടാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടാത്ത ഒരു വിഷയം വരുന്നത്. ഞാനിത് കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലോഗോന്റെ കളർ മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ വേറെ കളറിലേക്ക് മാറ്റുക. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, ഈ ഒരു കളറാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ലോഗോ അവിടെ എടുത്തു കാണിക്കുന്നില്ലേ? ശരിക്കും ഇതില് സിങ്കായി കിടക്കേണ്ട സ്ഥാനത്ത് ലോഗോ തെറിച്ച് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഈ ലോഗോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഇത് നമ്മൾ നിലവിലുള്ള സാധാ ഫ്രീയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഇവിടെ എഡിറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിന് BG റിമൂവർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ഇത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ ഉണ്ട്, അതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കുറെ ഡ്യൂപ്ലിക്കേറ്റ് പേജുകൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിലും ഇങ്ങനെ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് സാധാരണ അറിയാം. ശരിയല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യല്? സ്വർണോ? ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്മുടെ ലിസ്റ്റിലേക്ക് ഒന്ന് പോവാണ്. ലിസ്റ്റിലേക്ക് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡാറ്റകൾ, അതായത് നിങ്ങളുടെ ക്യാൻവ ഇന്നത്തെ ഈ സെഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത ആളുകളുടെ പേരുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ പേരുകൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഞാനിത് കോപ്പി ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മുടെ എക്സൽ ഷീറ്റിൽ ഇത് ഓപ്പൺ ചെയ്യുക. ഇത് മൊബൈലിൽ നിന്ന് കഴിയില്ല എന്നുള്ളത് ആദ്യം സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ച് മാത്രമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ബ്ലാങ്ക് പേജ് മൊബൈലിൽ അല്ലെങ്കിൽ പിന്നെ എക്സൽ ഷീറ്റിൽ എടുക്കുന്നു. ഇവിടെ നമുക്ക് എത്ര ഫീൽഡ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്നുള്ളൂ, നെയിം. കാരണം നമ്മൾ അതിൽ ഇനിയിപ്പോ നിങ്ങൾ സ്കൂളിലാണെങ്കിൽ കുട്ടികളുടെ ഗ്രേഡ് കൊടുക്കാം, അതല്ലെങ്കിൽ കുട്ടികളുടെ സ്ഥലം അല്ലെങ്കിൽ ക്ലാസ്, ഇതൊക്കെ എത്ര ഫീൽഡ് ആഡ് ചെയ്താലും അത് വരും. നമ്മളിപ്പോ നെയിം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെയിം ആഡ് ചെയ്തു. ഇവിടെ ആ പേരുകൾ വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നമുക്കിപ്പോ ഒരു ഡിസോർഡർ ഒക്കെ ആയി തോന്നുമ്പോൾ നമുക്ക് സാധാരണ എക്സലില് പല പരിപാടികൾ ചെയ്യാറുണ്ട്. ഇതൊന്ന് ഓർഡർ ആക്കാൻ അല്ലെങ്കിൽ പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിനൊരു ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് പിന്നെ മാനുവലായിട്ട് പല രീതിയിലും എക്സലിൽ ഫോർമുലയൊക്കെ വെച്ച് ചെയ്യും. ഇപ്പോഴും നമ്മൾ പലരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ChatGPT ഉപയോഗിക്കുന്നവർ പോലും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ChatGPT കൊണ്ടുള്ള ഒരു സൗകര്യം ഞാനിപ്പോ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ChatGPT-യിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. നമ്മൾ ഓരോ കാര്യത്തിനും എങ്ങനെ നമുക്ക് AI ഉപയോഗിക്കാന്നും കൂടി ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ChatGPT-യിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ജെമിനിയിലേക്ക് പോകുന്നത്. ഓക്കെ, ഞാൻ ChatGPT-യുടെ പേജിലേക്ക് പോകുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതിവിടെ പേസ്റ്റ്, നമ്മളെ എക്സലിൽ നിന്നുള്ള ഷീറ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇതിങ്ങനെ ഓർഡർ ആയിട്ട് വേണമെന്ന് പോലും ഇല്ല. നിങ്ങൾ പിന്നെ ഒരു വാട്സാപ്പ് മെസ്സേജ് നന്നായിട്ട് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഒരു എക്സലിൽ എടുക്കുന്ന എല്ലാ വർക്കുകളും ഇവിടെ വെച്ച് ചെയ്യാം. ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്താന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത് കാണുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ സൂം ചെയ്താൽ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ചോദിക്കുന്നത് സോർട്ട് ആൽഫബറ്റിക് ഓർഡർ.
ഇപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ ഞാനിത് സോർട്ട് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റൈല് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു സ്റ്റൈല് നമുക്കൊരു മോഡലാക്കി കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നത്, ചെയ്തിരുന്നു നോക്കി. ചാറ്റ് ജി പി ടിനെ കൊണ്ട് ഇങ്ങനെ ഒരു പണി എടുപ്പിച്ച ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എടുപ്പിക്കാറുണ്ടോ? അങ്ങനെ ഇങ്ങനെ പിന്നെ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായി, ഇതിന്റെ ഒരു സ്റ്റൈല് കിട്ടി. കാരണം അവിടെയൊക്കെ ആൽഫബറ്റിക് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നമ്മളൊരു പാറ്റേൺ, ഒരു മോഡൽ കൊടുത്തോടുകൂടി അതേ സ്റ്റൈലിൽ തന്നെ എല്ലാതും വന്നു കഴിഞ്ഞ്. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസീൽ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ആ പിന്നെ പേരുകൾ എന്ത് ചെയ്തു, ഞാൻ ടൈപ്പ് ചെയ്ത് എടുത്ത്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്തോളി. നിങ്ങൾ കുറച്ച് ആളുകൾ അവരുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തിടേ, പേരും സ്ഥലവും ടൈപ്പ് ചെയ്തിട്ടോളൂ. ജസ്റ്റ് ഇപ്പൊ ലൈവായിട്ട് കാണിച്ചു തരാം. റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ്. ഒരു പേര് എന്തും ചാറ്റിലേക്ക് ഇട്ടാൽ മതി, ജസ്റ്റ് ചാറ്റ് ചെയ്തോളൂ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാനിപ്പോ വന്ന ആളുകളുടെ പേരുകൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഒരു ന്യൂ ചാറ്റ് എടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട്. ഇവിടെ എന്തുണ്ട്, ടൈം ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, അതിനോട് പറയാണ് സോർട്ട് നെയിംസ് ഇൻ ആൽഫബറ്റിക്. നെയിം മാത്രം ആൽഫബറ്റിക് ആക്കി മാറ്റണം എന്ന് പറയാണ്. അപ്പൊ അതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് AI. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യും, അതായത് ഡിസോർഡർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുത്താൽ പോലും അതിലെ പേരുകൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാണ്, അത് നമുക്ക് ചെയ്തു തരും. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മള് കോപ്പി ചെയ്തിടുക, താഴെ നമ്മളൊരു കമന്റ് കൊടുക്കുക ആൽഫബറ്റിക് ഓർഡറിൽ. നമുക്ക് അതിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്, സ്ഥലമുണ്ട്, പക്ഷെ അതൊന്നും ഇതിവിടെ പറയുന്നില്ല. ജസ്റ്റ് പേര് മാത്രം നമുക്ക് ഷോർട്ട് ചെയ്ത് തരുന്നത്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വിത്ത് പ്ലേസ് നെയിംസ് എന്ന് കൊടുത്ത് നോക്ക്. അപ്പൊ എന്ത് ചെയ്തു, AI വീണ്ടും എന്ത് ചെയ്യാണ്, അതിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ പ്ലേസ് നെയിം തരും. ഓക്കെ, അപ്പൊ നമ്മള് ആ ഡാറ്റ എടുക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് ഇതിന്റെ ഏറ്റവും താഴെ നിങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യണ്ട, ജസ്റ്റ് താഴെ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ കണ്ടന്റ് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ എക്സൽ ഷീറ്റിലേക്ക് ഇത് നമുക്ക് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആ രീതിയിൽ ഇവിടെ ഈ ഡാറ്റ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഞാന് നമ്പർ എനിക്ക് ഇവിടെ പ്രശ്നമാണ്, കാരണം ഇവിടെ ഈ നമ്പർ നമുക്ക് സർട്ടിഫിക്കറ്റിൽ ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, നമ്പർ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്പർ ഇല്ലാതെ എഴുതി നോക്കി. ഇമാരെയൊക്കെ പണിയെടുപ്പിക്കാന് പിന്നെ ആളുകൾ ഉണ്ടായിട്ടാണ് നമ്മളിപ്പോഴും ഇതിനൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്നത്. ശരിയല്ലേ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യം വരില്ലേ? ക്ലാസ് റൂമിൽ കുട്ടികളുടെ നെയിം സോർട്ട് ചെയ്യാൻ പല പരിപാടി എടുക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടൈം ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ആ സ്ഥാനത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഞാനിത് എക്സൽ ഷീറ്റിലേക്ക് ഷെയർ ചെയ്യാണ്.
ഓക്കെ, എക്സൽ ഷീറ്റിലേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പേര് മാത്രമുള്ള, നമ്പർ ഇല്ല, ഇല്ലത് ആൽഫബറ്റിക് ഓർഡറിലാക്കി തന്നിട്ടുണ്ട്. നമുക്ക് നെയിം എന്ന് പറയുന്ന ഒരൊറ്റ കോളം മാത്രമേ മുകളിൽ ആവശ്യമുള്ളൂ, ബാക്കിയൊന്നും ആവശ്യമില്ല. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ടൊരു കോളം നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്പർ നമുക്ക് തൽക്കാലം കിട്ടാൻ വേണ്ടി ഒരു നമ്പർ കൊടുക്കാം. നമ്പർ എന്ന് പറഞ്ഞിട്ട് പിന്നെ എക്സലിൽ നമുക്കറിയാലോ, 1 2 നമ്പർ നോക്കിയിട്ട് ഈ മൂലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാത്തിനും നമ്പർ കൊടുക്കും. ഓക്കെ, ഇപ്പൊ 75 പേരുടെ പേരുകൾ ഇവിടെ സെറ്റാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ ഫയൽ എടുത്തിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റ് സേവ് ചെയ്യരുത്, സേവ് ആസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സേവ് ആസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ CSV എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. CSV, D ലിമിറ്റഡ്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഫോർമാറ്റിൽ വേണം നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, CSV എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഇത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഇത് എന്ത് ചെയ്യാം, ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഫയൽ നെയിം കൊടുക്കാം. ഡെസ്ക്ടോപ്പിൽ ഞാൻ ക്യാൻവ SERT എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, CSV ഫയലിലെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, നെയിം സോർട്ട് ചെയ്ത് കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളത് CSV ഫയലായിട്ട് സേവ് ചെയ്തു. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് 2 ടൈപ്പ് ചെയ്യും. ഇപ്പൊ ഈ കഴിഞ്ഞ 3 സ്റ്റെപ്പ്, ഫസ്റ്റോ പിന്നെ സർട്ടിഫിക്കറ്റ് സെറ്റാക്കി, സെക്കൻഡ് നമ്മൾ നെയിം സോർട്ട് ആക്കി, തേർഡ് നമ്മൾ CSV ആയിട്ട് സേവ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് 2 ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അതായത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സോർട്ട് ചെയ്ത പേര് നമുക്ക് ക്യാൻവയിലേക്ക് എടുക്കണം. ഓക്കെ, ഓക്കെ, ഇവിടെ മുഹമ്മദ് പട്ടേലിന്റെ സ്ഥാനത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും പേര് വരണം. ഇതല്ല ഇപ്പൊ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനുവേണ്ടി ചെയ്യാൻ പോകുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡിന് ആപ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ആപ്സിൽ എന്തുണ്ടാവും, ബൾക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ കഴിയും. ബൾക്ക് ക്രിയേറ്റ് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിന് ഈ ലിസ്റ്റിൽ തന്നെ വരും. നിങ്ങൾക്കത് ആപ്സിൽ ബൾക്ക് ക്രിയേറ്റിലാണ് കാണുക. ഇത് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ആ ബൾക്ക് ക്രിയേറ്റ് ബട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഉപയോഗിക്കാൻ കഴിയില്ല പ്രോ ഇല്ലാത്തതിൽ. ഓക്കെ, ഇതിൽ സംഭവിക്കുന്ന മാജിക് എന്താണെന്ന് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത്, ഇവിടെ അപ്ലോഡ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അപ്ലോഡ് ഡാറ്റ. ഈ അപ്ലോഡ് ഡാറ്റയിലേക്ക് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ച ക്യാൻവ SERT എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടായിരുന്നു, അതിലേക്ക് അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പൊ 2 കോളം ഇവിടെ വന്നിട്ടുണ്ട്, നെയിം, നമ്പർ. ഓക്കെ, നമുക്ക് നെയിം എന്നുള്ള കോളാണല്ലോ ആവശ്യം. ഓക്കെ, ഇപ്പോ ഇത്രയും ഓക്കെ ആണല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. സർട്ടിഫിക്കറ്റിന്റെ പേജ് എടുക്കുന്നു, സെയിം പേജ്, നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ച പേജ് എടുക്കുന്നു. ആ പേജിന്റെ ലെഫ്റ്റ് സൈഡിന് ആപ്സിന്റെ കൂട്ടത്തിൽ ബൾക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ശരിക്ക് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇനി ഈ പേരിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പേരിന്റെ റൈറ്റ് ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കണക്ട് ഡാറ്റ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണക്ട് ഡാറ്റ.
കണ്ടോ? അത് കണക്ട് ഡാറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച CSV ഫയലിലുള്ള കോളങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് നമ്പർ ആണോ നെയിം ആണോ വേണ്ടേ? എന്താ വേണ്ടേ? നെയിം വേണം. ഓക്കെ, അപ്പൊ നമ്മൾ നെയിം ചൂസ് ചെയ്യാൻ പോണ്. നെയിം ചൂസ് ചെയ്തു. ഓക്കെ, വീണ്ടും ലെഫ്റ്റ് അടിച്ച് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിന്യൂ ബട്ടൺ തെളിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ ഇത് തെളിഞ്ഞിരുന്നില്ല, ഇപ്പൊ അത് ആക്റ്റീവ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവരുടെ പേര്, 75 ആളുകളുടെയും പേര് ഇവിടെ ലെഫ്റ്റ് സൈഡിന് ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് വന്നതിന് ശേഷം നമുക്ക് തോന്നുകയാണ് ഇപ്പോ ഈ പരിപാടിയിൽ വസീമിന് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒഴിവാക്കാം. വസീം ഒഴിവാക്കണ്ടല്ലോ അല്ലെ? ഷംസിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒഴിവാക്കാം. പിന്നെ ഷഹജിന ഇബ്രാഹിം, ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഇവിടെ ടിക്ക് ചെയ്യാനും മറ്റുമൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ സെറ്റ് അല്ല എല്ലാവരും? സെറ്റ്. ഇനി നമ്മളുടെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന മാജിക് പ്രോസസ്സിലേക്ക് കിടക്കാണ്. എല്ലാവരും ഇതുവരെ ഉള്ളതൊക്കെ സെറ്റ് ആണെങ്കിൽ ഒന്ന് സെറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോ എല്ലാവരും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോവാണ് ജനറേറ്റ് 75 ഡിസൈൻ. പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരികയാണ്. അബ്ദുൽ കയ്യൂം, അക്ബർ NS, അക്ബർ അലി, അനസ് എ, അനീസ, അൻവർ സാദത്ത്, ആര്യശ്രീ, ആയിഷ, ബഷീർ CH, ബിന്ദു പ്രകാശ്, ദാനിഷ്, ദീപ്തി, ഹരിദാസ് NK. കുറച്ച് ലെങ്ത് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി കൊടുക്കാം. ദീപ്തിന്റെ പേരൊന്ന് ചുരുക്കി കൊടുത്ത് ഓരോന്ന് മാനുവലായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ജാക്കിർ, ഫസീൽ MT, ഫർസാന, ഹസീന, ഹിബ സലാം, ഹുസൈൻ BP, ജമീല, ജസ്ന, ജുമാന, ഖദീജ, മാജിദ, മുഹമ്മദ് ബാവ KH. ബാവക്ക് ചെറിയ പ്രശ്നമുണ്ട്, സെറ്റ് ആക്കാം. മുഹമ്മദ് ബാവ KV. ബാവകൾക്കൊക്കെ വലിപ്പം കൂടുതലാണല്ലോ. ഓക്കെ, മുഹമ്മദ് നിഹാല്, മുഹമ്മദ് റിഷാദ് സാവ്, ഇത് കുറച്ച് ഓവറായി. അത് ഫുള്ള് ക്യാപിറ്റലായി പോയി. ഇത് ഫസ്റ്റ് ലെറ്റർ മാത്രമേ ഈ ഒരു സ്റ്റൈലിൽ ക്യാപിറ്റൽ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇത് മാറ്റാം. മുഹമ്മദ് നബുഹാൻ അല്ലേ? ഓക്കെ, അതാണ് അതിന്റെ ഒരു വൃത്തി. ഓക്കെ, നബുഹാന്റെ സിദ്ദീഖ് റെഡിയായി, മുഹമ്മദ് ബാവ റെഡിയായി, നിലോഫർ റെഡിയാണ്, നഹ്ല റെഡിയാണ്, നാജി റെഡിയായി, നജ്ല, നജ്ല RK, അബീല, എന്താണ്, നസ്രത്ത്, നവാല, നിദ, റജിന, രഞ്ജിത്ത്, റഫീഖ്, റീം, റുക്കിയ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സദറുദ്ദീൻ, ഓക്കെ, സാലിഹ, സാറ, ഷബീബ, ഷബീബ, ഷജിന, ഷജിന, ഷംസീന, ഷംസീന, ഷമീന, ശിവ, ഷെഹിനാസ്, ഷഹന, സിന്ധു, സൗദ, സൗമ്യ, സുഫേറ, താജുനീസ, ലത്തീഫ്, ഉമ്മുസൽമത്ത്, വസീം, യക്കീൻ, യൂസഫ്. എങ്ങനെയുണ്ട് പരിപാടി? ഇപ്പൊ നമ്മൾ ആ ലിസ്റ്റിട്ട് എല്ലാവരുടെ പേരും സർട്ടിഫിക്കറ്റ് ആയി പ്രിന്റ് ചെയ്ത് വന്നു. ഒരാളും കൂടി ഉണ്ട്, സബ ഉമർ. കഴിഞ്ഞില്ലേ? സുൽഫിഖർ അലി. ഓക്കെ, എങ്ങനെയുണ്ട് പരിപാടി? എല്ലാവരുടെയും റിയാക്ഷൻ ഒന്ന് പറയും. ഓക്കെ ഓക്കെ.
ഇതിനു വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കും ഇങ്ങനത്തെ ഒരു സാധനം ആയി കിട്ടാൻ? എന്നാലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നമ്മള് ഡിസൈനറെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ പണി പിന്നെ റിസ്ക് ആയതുകൊണ്ടാണ് എല്ലാവരും ബ്ലാങ്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എഴുതാൻ നിൽക്കുന്നത്. നമ്മൾ പ്രിന്റ് എടുക്കുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പ് നമുക്ക് ഇത് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും നമുക്ക് മിനിമം ഈ സർട്ടിഫിക്കറ്റ് എങ്കിലും കൊടുക്കാലോ. ഇനിയിപ്പോ പ്രിന്റ് എടുക്കണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ ഇത് നിങ്ങൾക്കിപ്പോ തരാൻ പോവാണ്. ഈ സർട്ടിഫിക്കറ്റ് മുഴുവൻ നിങ്ങൾക്ക് ഇപ്പോ തരാൻ പോവാണ്. ഇത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇനി ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് സേവ് ചെയ്യാൻ ഒക്കെ റെഡിയായി, നമുക്ക് സേവ് ചെയ്യും കൂടി വേണമല്ലോ. ഇവിടെ പ്രിന്റ് വിത്ത് ക്യാൻവ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഷെയർ ബട്ടൺ ആണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സർട്ടിഫിക്കറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഇമേജ് സ്വഭാവത്തിലാണ് നമുക്ക് മതിയെങ്കിൽ PNG എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ സെറ്റ് ആയിട്ട് ഇത് ഡൗൺലോഡ് ആയി കിട്ടും. ഓക്കെ, നമ്മളിത് ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഡൗൺലോഡ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണം, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സെറ്റിങ്സ് ഇതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് കൊടുത്തിട്ട് ഇവിടെ PNGക്ക് പകരം PDF പ്രിന്റ് എന്ന് പറഞ്ഞ ബട്ടണാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് ബെസ്റ്റ് ഫോർ പ്രിന്റിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിൽ അത് പ്രിന്റ് എടുക്കാൻ നല്ലത്. നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ ഇതാണ്, PDF പ്രിന്റ്. ഓക്കെ, പിന്നെ PDF സ്റ്റാൻഡേർഡ് ഉണ്ട്. PDF സ്റ്റാൻഡേർഡ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാം, മെയിൽ ഷെയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഇമെയിലിങ്ങിനൊക്കെ ഏറ്റവും പറ്റുന്നത് പ്രിന്റ് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും, സൈസ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് വേണ്ട. നിങ്ങൾ വെറുതെ ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ PDF സ്റ്റാൻഡേർഡ് കൊടുക്കുക. അതല്ല ഈ ഇമേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ PNG ആണ് ചൂസ് ചെയ്യേണ്ടത്. ഈ 4 ഓപ്ഷന്, ഈ 3 ഓപ്ഷനിൽ ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പിന്നെ ഈ 3 ഓപ്ഷനിൽ PDF ഒന്ന് എടുത്തു നോക്കാം. ഇതിൽ വേറെ ഇതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ സൈസ് എടുക്കുന്ന സമയത്ത്, ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2000x1414 ഇതിന്റെ പിക്സല്, അതിന്റെ ക്വാളിറ്റി. ഈ ക്വാളിറ്റി നമുക്ക് ഇവിടുന്ന് ഉണ്ടോ വലിച്ചു നീട്ടി കൂട്ടാം, എത്രയും നമുക്ക് കൂട്ടാം. ഇപ്പൊ അത്രയും പിന്നെ അപ്പൊ അതൊരു നമ്മളൊരു വലിയ ഡിസൈനാണ് ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വാളിറ്റിന്റെ ലിമിറ്റേഷന്റെ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഫ്രീ വേർഷനിൽ അവരുടെ ലിമിറ്റഡ് ക്വാളിറ്റിയെ തരുള്ളൂ, അതിലപ്പുറം ക്വാളിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇപ്പോ PDF ആയിട്ട്, അത് PDF അല്ല, അതിന്റെ PNG ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് തരാൻ ഇപ്പോ എല്ലാവർക്കും ഇത് കിട്ടണമല്ലോ. അപ്പൊ അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഞാനതൊന്ന് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഡ്രൈവിലേക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പൊ അപ്ലോഡ് ചെയ്യാണ്. ഗൂഗിൾ ഡ്രൈവ് ഞാൻ എടുത്തു. ഗൂഗിൾ ഡ്രൈവിൽ ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി, ക്യാൻവ സർട്ടിഫിക്കറ്റ് എന്ന് ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വന്ന ഫയൽ ഒന്ന് നമുക്ക് പോയി നോക്കുന്നുണ്ട് നിങ്ങൾ. അതൊരു പിന്നെ സിപ്പ് ഫയലായിട്ടാണ് കിടക്കുക. അത് നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ക്യാൻവ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ കോളത്തിലേക്ക് ഞാനിത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൾഡർ അപ്ലോഡ് ഉണ്ട്, ഫയൽ അപ്ലോഡ് ഉണ്ട്. ഫോൾഡർ അപ്ലോഡ് കൊടുക്കുന്നു. ഓക്കെ,
ഓക്കെ, അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങൾക്ക് കിട്ടണല്ലോ, ചെയ്തു വെച്ചാൽ പോരല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണ്ടേ? വേണ്ടേ? സർട്ടിഫിക്കറ്റ് വേണ്ടവരൊന്ന് എസ് ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് തരാം. അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ചെയ്ത് നോക്കാം. അത് ചെയ്യാന് നിങ്ങൾ മതി മതി മതി. നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് റെസ്ട്രിക്റ്റഡ് ഒഴിവാക്കിയിട്ട് എനിവൺ വിത്ത് ലിങ്ക് എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാം. ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ലിങ്ക് കോപ്പി ചെയ്തത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയും. ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും. അതിൽ കുറച്ച് ആളുകളുടെ പേരുണ്ടാവില്ല. കാരണം നമ്മൾ നേരത്തെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തവർക്ക് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കുഴപ്പമില്ല, അത് നമുക്ക് പരിഹരിക്കാം. നമുക്ക് പിന്നെ ഞാനൊരു ലിങ്ക് കൂടി നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതിൽ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഇതില്ലാത്ത ആളുകൾക്ക് അങ്ങനെ പരിഹാരം കാണാം. ഓക്കെ, ഞാനത് പിന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ലിങ്ക്. അതിന്റെ കൂടെ നമുക്ക് ഈ ലിസ്റ്റ് കൂടി കിട്ടണമല്ലോ. നിങ്ങളിപ്പോ അതിൽ നമ്പർ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്പറിൽ നിങ്ങളുടെ പേര് കണ്ടെത്താൻ നിലവിൽ ഇപ്പൊ റിസ്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ആദ്യം അയക്കാം. അതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. ഈ ലിസ്റ്റ് ഞാൻ ആദ്യം അയക്കുന്നുണ്ട്. ലിസ്റ്റ് കോപ്പി ചെയ്ത് ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ലിസ്റ്റും അയക്കാം, ലിങ്കും അയക്കാം. എന്നാ പിന്നെ നിങ്ങളിന്ന് തെരഞ്ഞ് ബുദ്ധിമുട്ടുണ്ടായില്ല, ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ്ടായില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ട് ചെയ്തോളാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പിന്നെ ജസ്റ്റ് ഒന്ന് സെഷൻ നമുക്ക് ഒരു 9 മണിയോടുകൂടി അവസാനിപ്പിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ ചാറ്റിലാണ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയുക. ഞാൻ അതിന്റെ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയച്ചു തരാം, ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് ആ ഓർഡർ നോക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡർ ജസ്റ്റ് ചെയ്യാനിപ്പോ ഒന്ന് ഇവിടുന്ന് തന്നെ ടൈപ്പ് ചെയ്തിടാം. അപ്പൊ നിങ്ങളുടെ ഓർഡർ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ നമ്പറിലുള്ള സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. ഇത് ലോങ് മെസ്സേജ് ടൈപ്പ് ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, ഓക്കെ, അത് അങ്ങനെ അയച്ചു തരാം. നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഞാൻ പിന്നീട് അയക്കാം. കാരണം ഇതിൽ ചാറ്റിൽ വലിയ ലിസ്റ്റ് ആയത് കാരണം ഇതിൽ പോകുന്നില്ല. നമ്മുടെ ഈ നെയിം തന്നെ, നെയിം ലിസ്റ്റ്, ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ഷെയർ അല്ലല്ലോ. ലിസ്റ്റിന്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അയക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പിന്നീട് കിട്ടും. ഞാൻ ആ ലിസ്റ്റ് ഗ്രൂപ്പിലേക്ക് അയക്കാം. ഇതാണ് ലിങ്ക്. ഓക്കെ, നമുക്ക് ഇനി നേരെ ജസ്റ്റ് പ്രസന്റേഷനിലേക്ക് തിരിച്ചു വരാം.
നേരത്തെ പറഞ്ഞ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്താൽ മതി. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ നോട്ട് ചെയ്താൽ മതി. ചിലപ്പോൾ ഗ്രൂപ്പില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പ്രൊവേഷൻ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഒറ്റ ടൂളുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറയാം. നിങ്ങൾ അതായത് ഇതിന്റെ നെക്സ്റ്റ് ലെവലിൽ ഇതിന്റെ സാധ്യതകൾ ഇതേപോലെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് ഫോർ ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ചാറ്റിൽ ഫോർ എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതേപോലെ നമുക്ക് ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് ഇതിന്റെ സാധ്യതകൾ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ. ടൈം നമുക്ക് ഈ ടൈം തന്നെ വെക്കാൻ തോന്നുന്നു, 8:30 മുതൽ 9 വരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതില് ഈ പിന്നെ ഇത്രയും മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പാറ്റേണിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കാണിച്ചിരുന്നല്ലോ, അത് ചൂസ് ചെയ്യാം. അതായത് പിന്നെ ഇതിന്റെ പ്രോ വേർഷൻ മാത്രമുള്ള സാധനം ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വിത്ത് ട്രെയിനിങ് എന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്യാം. രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് പിന്നെ ആ രീതി യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. യഥാർത്ഥത്തില് പിന്നെ നമുക്ക് ചിലപ്പോ ഇതിലുണ്ടെങ്കിൽ പോലും നമുക്ക് പലതും നമുക്ക് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഇതിന്റെ സാധ്യതകളെ കുറച്ചും കൂടി പിന്നെ സാമ്പിളുകൾ വെച്ചിട്ട് നമ്മളുടെ യൂസ് കേസുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുത്ത് പോവുകയല്ല, എല്ലാവർക്കും പണി ഉണ്ടാവും. എല്ലാവരും ചെയ്ത് അതിന്റെ ആക്ടിവിറ്റി പിന്നെ ചെയ്ത് ഇടേണ്ടി വരും. അങ്ങനെ തന്നെ പ്രാക്ടിക്കലി ചെയ്യിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുക. വെറുതെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ 1 വീക്ക് കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് വിത്ത് പ്രാക്ടിക്കൽ ആയിരിക്കും. എല്ലാവരും അസൈൻമെന്റ് സ്വഭാവത്തിൽ ഇത് ചെയ്യണം. ആ രീതിയിലല്ലേ നല്ലത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ സ്വീകരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇതിനെ ഇനി ഞാനിത് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു 3 ഡേ വർക്ക്ഷോപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഈ കോഴ്സ് ഫ്രീ ആണ് കേട്ടോ. ഈ 1 വീക്ക് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആണ്. പക്ഷെ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്ന് നാളെ ആയിട്ടാണ് നമ്മുടെ ബുക്കിംഗ് ക്ലോസ് ചെയ്യുന്നത്. നാളെ രാത്രിക്കുള്ളിൽ നിങ്ങൾ അതിൽ ബുക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഈ കോഴ്സ് അതിന്റെ കൂടെ ഈ പ്രീമിയം പാക്കേജ് അടക്കം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാക്സിമം നമ്മളുടെ ടെക്നിക്കൽ സാധ്യതകളെ നമ്മളുടെ ഒരു സർക്കിളിലേക്ക് പരമാവധി എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം. ഇതാണ് നമ്മളുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്, 3 ഡേ റെസിഡൻഷ്യൽ AI ആൻഡ് മീഡിയ വർക്ക്ഷോപ്പ് BA ബ്രാൻഡ് ട്രെയിനേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നുള്ള ഒരു പ്രോഗ്രാം. അതായത് ഇനിയുള്ള കാലത്ത് നമുക്കൊക്കെ അറിയാം, നമ്മള് എത്ര വലിയ സബ്ജക്ട് എക്സ്പേർട്ടുകളാണെങ്കിലും നമുക്കൊരു ബ്രാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചിക്കാൻ കഴിയാത്തൊരു കാലമാണ്. ശരിയാണോ? നമുക്കൊരു ബ്രാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. കാരണം നമ്മളുടെ പോലെ തന്നെ 1000 ആളുകൾ ഈ ഫീൽഡിലുണ്ട്. ഓൺലൈനിലാണ് ട്രെയിനിങ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ഓഫ്ലൈൻ നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഓഫ്ലൈൻ ആലോചിക്കാം. അതായത് ഇപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരം ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 20 ആള് മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ പ്ലേസിൽ വന്നിട്ട് നമുക്ക് ഈ സെഷൻ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ആവാം, നിങ്ങളുടെ കമ്പനി ആവാം, ഓഫീസ് ആവാം, സ്കൂൾ ആവാം, സ്ഥാപനമാവാം. അവിടെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഓഫ്ലൈനിൽ വഴങ്ങാത്ത ചില ആളുകൾ ഉണ്ടാവും. അവർക്കിത് നേർക്കേറെ കിട്ടിയാലേ ശരിയാവുള്ളൂ എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ തന്നെ ഒരു 1 ഡേ വർക്ക്ഷോപ്പ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. പ്ലസ് ഓൺലൈൻ സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് നൽകുന്ന രീതിയിൽ ആലോചിക്കാം. ശരിയല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പിന്നെ ഷഹ്ന ഒന്ന് പറയോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഷഹ്ന ജലീൽ ഞാൻ അക്യുപഞ്ചറിസ്റ്റ് ആണ്. അക്യുപഞ്ചറിസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു
ആളുകളുമായിട്ട് ഫേസ് ചെയ്തുകൊണ്ട് ഇത്തരം വിഷയത്തിലെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളുകളും കൂടി ആയിരിക്കുമല്ലോ അല്ലെ? ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. ക്ലാസ് അത്യാവശ്യം എടുക്കാറുണ്ട്. എടുക്കാറുണ്ട്. ഓക്കെ. നമ്മൾ ഈ എടുക്കുന്ന ആളുകളായിരിക്കും ഇതിൽ വരുന്ന ആളുകളൊക്കെ ഒട്ടുമിക്കും. കാരണം എല്ലാവരും മിക്കവാറും ടീച്ചേഴ്സ് മേഖലയിലാണ്. ഇപ്പോ പിന്നെ ഷഹിന എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ആ പേര് കേൾക്കുമ്പോ തന്നെ ഒരു ടോപ്പിക് ഒരു ഏരിയ ആളുകളുടെ മനസ്സിൽ പതിയ. ഉദാഹരണമായിട്ട് ഷഹന എന്ന് പറയുമ്പോൾ പാരന്റിങ് എന്നുള്ള വിഷയത്തിൽ നമുക്ക് ഷഹന മിസ്സിനെ വിളിക്കാം, ഷഹന ഡോക്ടറെ വിളിക്കാം എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ പാരന്റിങ് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഷഹനയുടെ പേര് ഓർമ്മ വരുന്ന ഒരു അവസ്ഥ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിനാണ്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയാ, ബ്രാൻഡിങ് എന്ന് പറയാം ചുരുക്കത്തില്. അപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ ബ്രാൻഡ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ പുതിയ കാലത്ത് പുതിയ സാധ്യതകളെ ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അത്രയും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പൊ അതിനുള്ള ഒരു പിന്നെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, അതിനുള്ള ടൂളുകൾ എന്തൊക്കെയാണ്, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഭാഗം. നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ മേഖലയിൽ പിടിച്ചിക്കാൻ കഴിയും. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു സെഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനുടനെ തന്നെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായിട്ട് ഇത് ടൈം ഡിലേ ഒന്നും ഇല്ലാതെ കൊടുത്തു നോക്കി, നിങ്ങൾ ആ മേഖലയിൽ ഒരു പ്രൊഫഷണൽ ആണ് എന്ന് ആളുകൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പോ ഈ രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതില് സാധാരണക്കാരായ ആളുകൾക്ക് ഇതിനെ പഠിപ്പിക്കുക, അല്ലാതെ ഇതിന്റെ കോഡിങ്ങോ അതല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷനിലേക്കൊന്നും അല്ല പോവുക. നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ ഈ പുതിയ സാധ്യതകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വർക്ക്ഷോപ്പിന്റെ ഒരു പ്രത്യേകത. ഓക്കെ. ഇത് നമ്മുടെ ടെക് കഫേ ഫസ്റ്റ് വർക്ക്ഷോപ്പാണ്. അതിന്റെ ഒരു വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ. 30 പേരടങ്ങുന്ന ഫസ്റ്റ് ബാച്ച് ആണിത്. ഇത് സെക്കൻഡ് ബാച്ച് ആണ്. സെക്കൻഡ് ബാച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞത്. ഇനി വരാൻ പോകുന്നത് ഇതിന്റെ തേർഡ് ബാച്ച് ആണ്. ഓക്കെ. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് കയ്യിൽ വെക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിൽ മൊബൈൽ ആയാലും മതി, നിങ്ങളുടെ സൗകര്യത്തിന്. ഓക്കെ. നമുക്കിത് ലാപ്ടോപ്പിലും മൊബൈലിലും ഒരേ സമയം നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? ഏത് ഈ പ്രൊവിഷൻ ഇപ്പൊ തരുന്ന ലിങ്ക്? ആ പറ്റും പറ്റും പറ്റും. നിങ്ങൾ ഏത് ഈ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഡിവൈസിലും ഓൺ ചെയ്യാം. ഓക്കെ. ഈ 999 അതിന്റെ നമുക്ക് പ്രൊവിഷൻ തരുന്ന കോഴ്സ് ഓൺലൈൻ ആണോ? അത് ഓൺലൈനാണ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈന് നിങ്ങളുടെ ടീമൊക്കെ റെഡി ആണെങ്കിൽ നമുക്ക് ചെയ്യും ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം. ഇപ്പൊ നമ്മള് ഇത് ഓൺലൈനാണ്. ഓഫ്ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും. ഇപ്പൊ അത് ഓൺലൈനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഇതിന് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇടും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ. പിന്നെ ഈ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അന്വേഷിക്കാനുണ്ടെങ്കിലും ചോദിക്കാനുള്ള ഒരു ഓപ്പൺ അവസരമാണ്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ 3 ഡേ വർക്ക്ഷോപ്പ് പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ അധികം ഡിസ്കഷന് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വെച്ചത്. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്താലും മതി. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ആഴ്ച പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഓവറാൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പറഞ്ഞുതരാൻ പറ്റുമോ? എന്താണ് വർക്ക്ഷോപ്പ്, മീൻസ് ടൈം, ആ കാര്യങ്ങളൊക്കെ ഒന്ന്. പറയാം. ഓക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ട ചിലപ്പോൾ അതിന്റെ ഇത് എക്സ്പെൻസ് ഒക്കെ ആയിരിക്കും. എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ അറിയാം, പുതിയ കാലത്തൊക്കെ ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ നമ്മൾ തന്നെ പലതും അറ്റൻഡ് ചെയ്യുന്നതാണ്. അല്ല, ഞാൻ ജോയിൻ ചെയ്തതാണ്. ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെൻസ് ഇല്ല. ഞാൻ ഫസീല. എന്താണ്? ഫസീല. ഷഗീല. ഫസീല. തെറ്റില്ല. ഓക്കെ. നിങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നോ? പിന്നെ ഇത് അഡ്വാൻസ് ചെയ്താണോ? അതെ, അഡ്വാൻസ് പേ ചെയ്തതാണ്. ഓക്കെ. നമ്മള് ഇതിന്റെ എല്ലാവർക്കും വേണ്ടി പറയാണ്. നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് കാണിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്യാൻവ, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് പ്രീമിയം സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഇതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ AI ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന ചില അഡീഷണൽ ടൂളുകൾ, അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജാണ്. പ്ലസ് 3 ഡേ വർക്ക്ഷോപ്പ്
ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കമുള്ള ഒരു പാക്കേജാണ്. ശരിക്കും നമ്മുടെ ഇതിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 10,000 കണക്കിന് രൂപയുടെ വില വരുന്ന ഇ ബുക്സുകളുടെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് നെറ്റിലൊന്നും സെർച്ച് ചെയ്താൽ പോലും കിട്ടാത്ത അത്രയും വലിയ കളക്ഷൻസ്, അതുപോലെ തന്നെ PPT-യുടെ കളക്ഷൻസ്, നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോകണമെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള PPT-യുടെ കളക്ഷൻസ് അടക്കമുള്ള നമുക്ക് എന്താണ് വില മതിക്കാൻ പറ്റാത്ത അത്രയും കണ്ടന്റുകളുണ്ട്. അപ്പൊ ആ ഒരു കണ്ടന്റുകളെ നമുക്ക് ഇതിന്റെ ഒരു കോഴ്സ് ഫീ ആയിട്ട് 9999 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഫീ ആണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നും നാളെയും ഇത് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ 6,500 രൂപ കൊണ്ട്, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ ബുക്ക് ചെയ്യുന്നവർക്ക് 6,500 രൂപക്ക് നമുക്ക് ചെയ്യാം. അതിൽ 1,500 രൂപയാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ഈടാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് 3 ദിവസം ഭക്ഷണം കഴിച്ച് താമസിച്ചാൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഇതിലാകെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിന് പുറമെയാണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കൊടുക്കുന്നത്. സത്യത്തിൽ ഈ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാമ്പ് വർക്ക്ഷോപ്പ് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അത്രയും ഇതിലാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. AC ഹാള്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ റൂം ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള അക്കോമഡേഷനും ഫുഡ് അടക്കമുള്ള ഒരു പാക്കേജാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ ഒരു പിന്നെ പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതേസമയത്ത് ഉള്ള ആളുകൾക്ക് ഈ നമ്പറിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒരു 1 രൂപ പേ ചെയ്യുക, മറ്റോ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പിന്നെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാം. കാരണം 30 ആളിലധികം നമുക്ക് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഞാന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഡീറ്റെയിൽസ് ചോദിച്ചല്ലേ, പറഞ്ഞുതരാം. പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിന് ഈ രീതിയിൽ നമ്മൾ ഒരു ടെക്നിക്കൽ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിന് ആൻസർ എന്താ വെച്ചാൽ, പുതിയ കാലത്ത് 21st സെഞ്ചുറി സ്കില്ല് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഇനിയുള്ള കാലത്ത് അത്യാവശ്യമാണ്. അപ്പൊ അതിൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 21st സെഞ്ചുറി സ്കില്ലില് 3 അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ലേണിംഗ് സ്കില്ല്, ലിറ്ററസി സ്കില്ല്, ലൈഫ് സ്കില്ല്. ഇതിലെ ലിറ്ററസി സ്കില്ല് ഇനിയുള്ള കാലത്ത് അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പോലെ എഴുത്തും വായനയല്ല. ഇനിയുള്ള കാലത്ത് അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് മീഡിയയും ടെക്നോളജിയും അറിയുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം പലപ്പോഴും നമ്മൾ പിന്നെ അഡ്രസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. എങ്ങനെ മീഡിയയുടെ സാധ്യതകൾ, ടെക്നോളജിയുടെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ടെക്നിക്കലി അഡ്വാൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഗതി വെച്ചാൽ ഒരു പ്രോംപ്റ്റിങ്ങിന്റെ ടെക്നിക്കുകൾ. നമുക്കിപ്പോ അറിയാം, AI ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എങ്ങനെ ഇത് ചോദിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ വ്യത്യസ്ത സാമ്പിളിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രോംപ്റ്റിംഗ് ടെക്നിക്കുകൾ. അതാണ് നമ്മൾ ഒരു സംഗതി. മറ്റൊന്ന്, നമ്മൾ ഒരു ട്രെയിനർ ടീച്ചർ എന്ന നിലക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇത് നമുക്ക് എവിടേക്കും കണക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് പേരന്റ് നിലക്ക് നിങ്ങൾക്ക് പിന്നെ ഒരു കണ്ടന്റ് കൊടുത്തിട്ട് അത് പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ച് ചെയ്യാം. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ, ലെസൺ പ്ലാനുകൾ, ഇപ്പോൾ ആവശ്യമുള്ള ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കണം. അത് ലെസൺ പ്ലാൻ എന്ന് പറയുന്ന ടീച്ചർ അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ ആവശ്യം എന്നുള്ളത് ചിലപ്പോൾ ആലോചിക്കും. അവരെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് എടുക്കാൻ പോവാണ്, നിങ്ങൾക്ക് ആ ഒരു വിഷയം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അപ്പോൾ തന്നെ ഒരു ക്വിസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ, നിങ്ങൾക്ക് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വിത്തിൻ സെക്കൻഡിൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിന് നമുക്ക് എങ്ങനെ AI-യുടെ സാധ്യതകൾ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മളിതിൽ വരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇമേജ് ജനറേഷന്റെ വലിയ സാധ്യതകൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പിന്നെ ഇമേജ് ജനറേഷൻ AI ടൂളുകൾ യൂസ് ചെയ്യാന്നുള്ളത്, വോയിസ് ജനറേഷന്, മ്യൂസിക് കമ്പോസിങ്, വീഡിയോ, അതുപോലെ തന്നെ ആങ്കറിങ് തുടങ്ങുന്ന ഒരുപാട് ടൂളുകളുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നുള്ളൂ. ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇതിൽ ഒരു ഏരിയ. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ട്രെയിനറാക്കി നമ്മളെ മാറ്റാനുള്ള ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ തന്നെ ഒരു ബ്രാൻഡിൽ നിങ്ങൾക്ക് തന്നെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക, അത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ടീമായിട്ട് നമുക്ക് ചെയ്യാം. ഇനിയുള്ള കാലത്ത് ഒറ്റക്കൊറ്റക്ക് എന്നതിനേക്കാൾ ഉപരി കൊളാബറേറ്റീവ് ലെവലിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഫോം ചെയ്യാണ് നമ്മൾ ഈ ഒരു സീരിയസ് എജു അല്ലെങ്കിൽ സീരിയസ് ക്ലബിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഒരുമിച്ച് സംഘടിപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സംഗതി നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു 10 പോസ്റ്റർ ഡിസൈൻ ചെയ്താൽ തന്നെ അത് വെച്ചിട്ട്
വരുമാനം ഉണ്ടാക്കുന്ന ആളുകളടക്കം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോ പിന്നെ ടീച്ചേഴ്സിന്റെ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങളായിട്ട് കേരളത്തിലെ ഒരു 50ഓളം സ്കൂളുകളിൽ മറ്റ് കോൺഫറൻസ് പ്രോഗ്രാമുകളിലൊക്കെ ഇത്തരത്തിലുള്ള സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മളുടെ ഇത്തരത്തിലുള്ള സെഷൻസ് ഈ കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയിരുന്നു. JDT, അതുപോലെ തന്നെ ഫറൂഖ് കോളേജിൽ, അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ഒക്കെ നമ്മളുടെ ഈ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സാധ്യതകളെ നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടിക്കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ടോപ്പിക്കോ ഏതോ ചോദിക്കാം. നമ്മൾ ഈ ഒരു പിന്നെ ട്രെയിനിങ് സെഷന് നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് ഇത്തരത്തിലുള്ള സെഷനുകൾ തുടർന്നും സംഘടിപ്പിക്കാവുന്നതാണ്. അപ്പോ ഇപ്പൊ വന്ന ആളുകൾ ഇത്തരത്തിലുള്ള സെഷൻ തുടർന്നും സംഘടിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടാവുമോ? നിങ്ങൾക്ക് അവസരം തരട്ടോ, നമുക്കിതൊരു ഒറ്റയ്ക്ക് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളിൽ കഴിവുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് അവരുടെ വിനിമയത്തിന് ഉള്ള അവസരമാണ്. അങ്ങനെ തുടർന്ന് സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നോ? നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തോളൂ. ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ചാറ്റ് വേണ്ട, നിങ്ങളൊന്ന് പിന്നെ മൈക്കിൽ വന്നിട്ട് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഈ കോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, വെൽക്കം. നിങ്ങൾ ഇത് ഈ പ്രോഗ്രാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്കിത് പിന്നെ വർത്തായിരുന്നോ, അല്ലെങ്കിൽ വർത്താന് പൈസ ആരും കൊടുത്തിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ടൈം ഒരു പ്രധാനപ്പെട്ടാണല്ലോ, ആ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഇനി അതല്ല നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും വേറെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, വെൽക്കം. മൈക്ക് അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഓൺ ചെയ്തോ കേട്ടോ. ആരെങ്കിലും ജസ്റ്റ് തുടങ്ങി. അൻവർ സാദ് CP. ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് നോക്കി. മുസൈബ്, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ, നിങ്ങൾക്കൊരു പുതിയൊരു സ്ക്രീൻ കാണപ്പോ. മുസൈബ് പോയോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ സാബിത? ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ജോയിൻ ചെയ്യാന്. എന്നാലും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കാൻവ ഡൗൺലോഡ് ചെയ്തു. ഞാനിന്ന് മൊബൈലാണ് നോക്കുന്നത്, ലാപ്പിലല്ല ചെയ്തത്. കേൾക്കുന്നില്ലേ? കേൾക്കാം. എന്നാലും കാര്യങ്ങൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ആളുകൾ പറയും ഇങ്ങനെ ഒരു സെഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്.
ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറിലധികമായി സംസാരിക്കുന്നത്. അതെ അതെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി തിരിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറയുമ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അസ്സലാമലൈക്കും. എന്റെ പേര് ഫസീല. ആ കേൾക്കുന്നില്ലേ? കേൾക്കാം നിങ്ങൾ പറഞ്ഞാൽ മതി. സീരീസ് എഡുവിന്റെ ആദ്യത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രീ വെബിനാർ ആയിരുന്നു. ഷിഹാബുദ്ദീൻ സാർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നേ നല്ല ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പലപ്പോഴും എനിക്ക് ടൈമിങ്ങിന്റെ പ്രശ്നം, ഞാനിവിടെ നാട്ടിലല്ല ഉള്ളത്, വിദേശത്തുള്ളത്. അപ്പൊ ടൈമിങ്ങിന്റെ പ്രശ്നം കാരണം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും എനിക്കെല്ലാം ക്ലിയർ ആണ്. ഞാനിതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ, ഞാൻ ടീച്ചറാണ്. അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ എനിക്കിന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആയി അത്. കാരണം ഓരോ പ്രോഗ്രാമിനും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത്. അപ്പൊ അതെനിക്കിപ്പോ ഇന്ന് എവിടെയാണ് നല്ല സ്കൂൾ ഹെൽപ്ഫുൾ ആയി. ഏതാണെന്ന് പറയോ? സ്കൂളും എവിടെ? ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ലീഡേഴ്സ് ഇന്റർനാഷണൽ സ്കൂൾ, ഒരു ഖത്തറി മാനേജ്മെന്റ് ആണുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് സ്റ്റാർ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രോഗ്രാംസ്, ഓരോ വീക്കിലും നമുക്ക് നിറയെ പ്രോഗ്രാംസ് വരുന്നുണ്ട്. ബ്രിട്ടീഷ് കരിക്കുലം ആയതുകൊണ്ട്. മലയാളി മാത്രമാണോ? മലയാളി സ്കൂളാണോ? അല്ല, ബ്രിട്ടീഷ് കരിക്കുലം ആണ്. അപ്പോ അറബിക് മാനേജ്മെന്റ് ആണ്. അറബ്സ് ആണ് അധികം കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് നമ്മള് ബ്രിട്ടീഷ് സിസ്റ്റം ആണ് അവിടെ വർക്ക് ഉള്ളത്. അപ്പൊ അതിനകത്ത് എപ്പോഴും നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണല്ലോ ഉണ്ടാവാറുള്ളത്. അപ്പൊ സർട്ടിഫിക്കറ്റ് എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഇൻഷാല്ലാ 3 ഡേ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇൻഷാല്ലാ 3 ഡേയിൽ ജോയിൻ ചെയ്ത് പറഞ്ഞാല് പിന്നെ ഇത് ചെയ്തിരുന്നോ? അഡ്വാൻസ് ചെയ്തിട്ട് ജോയിൻ ചെയ്താണോ? അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിരുന്നു. 1500 ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ നാട്ടിലോട്ട് ഇൻഷാല്ലാ അതിനു വേണ്ടി വരുന്നുണ്ട്. അതിലേക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ആയിട്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. ഗ്രൂപ്പിലേക്ക് എനിക്കൊരു മെയിൽ ID അല്ല നിങ്ങൾ അയച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ക്യാൻവയുടെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ്. ഗ്രൂപ്പ് എനിക്കറിയില്ല. ഏതോ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ടെക് എഫ് 3. ജസ്റ്റ് നമ്പർ ഒന്ന് പറയാം. 9846 9846 785376 7853 76. 76. ഓക്കെ. ഓക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. ഫസീല ഹസൈനാറാണല്ലേ? അതെ. ഓക്കെ. ഇസ്ലാം പറഞ്ഞോളൂ. ആരാണ്? IBSQs ഹോസ്റ്റലിൽ നിന്നാണ്. ഇവിടുത്തെ സാറ് നമ്മൾക്ക് ചാൻസ് തന്നെയാണ്. അപ്പോൾ കുറെ യൂസ്ഫുൾ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഈ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ മാജിക് ടൂൾസും ഒക്കെ ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. വീഡിയോ ഓൺ ചെയ്യുമോനെ, നല്ലല്ലേ കാണാൻ പറ്റുള്ളൂ. വീഡിയോ ഓൺ ചെയ്യും. ഓക്കെ. വേറെ ആരൊക്കെ ഉണ്ട്? ഒന്ന് ഷെയർ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങള്. അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ക്യാൻവ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പ്രൊഫഷൻ ആയിരുന്നില്ല. അപ്പോ ഇതില് അതും കൂടി ആയി കഴിഞ്ഞപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇൻഷാല്ലാ 1 വീക്ക് ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. റെസിഡൻഷ്യൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാല്ലാ. എവിടെ സ്ഥലം? എറണാകുളം, ഷഹന. ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഹലോ. ഓക്കെ പറഞ്ഞോളൂ. സാർ
തങ്ങളുടെ സെഷനുകൾ ഇതിനു മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. നിങ്ങളെ പേര് എന്ന് പറഞ്ഞു UAL മാത്രമേ കാണുന്നുള്ളൂ, എന്റെ വീഡിയോ പേര് ഓണല്ല. UL ലത്തീഫ്. ഓക്കെ 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 ഓക്കെ. ഞാനൊരു ടീച്ചറാണ്. വളരെ ഇക്കാലത്ത് 21ാം നൂറ്റാണ്ടിലെ സ്കില്ലുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടെക്നോളജി അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കില്ലുകളിൽ ആഡ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പുതിയ കാലത്തെ വായിക്കാനും അതിനനുസരിച്ചുകൊണ്ട് നമ്മെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ സഹായകമായ ഈ സെഷൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. കൂടുതൽ ഇനി വരാൻ പോകുന്ന സെഷനുകളിൽ പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ചില അസൗകര്യങ്ങൾ കാരണം അതിൽ ഡേറ്റ് ക്ലാഷ് വന്നതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും തങ്ങളുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യും. അതേപോലെ തന്നെ എല്ലാവരോടും പറയുന്നു, മാക്സിമം പറ്റുന്ന ആളുകളെല്ലാം ഇതിൽ ജോയിൻ ചെയ്യണം. കാരണം ഇത്രയും നല്ല ഒരു ക്ലാസ് ഇത്രയും ചുരുങ്ങിയ തുകക്ക്, നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസത്തെ ഭക്ഷണം താമസം ഒക്കെ അതിനുൾപ്പെടെ ഈ ഫാക്കൽറ്റി ഇത്രയും സ്കിൽ എടുത്തുകൊണ്ട് ചെയ്യുന്നത് വളരെ ലാഭകരമാണ്. അതിന്റെ സന്ദർഭത്തിൽ തന്നെ ഉപയോഗിച്ച് നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം സെഷനുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഇതിന്റെ കണ്ടന്റിനെ കുറിച്ച് നമുക്ക് ഒരു മുൻധാരണ ഉണ്ടാവാം. പക്ഷെ അത്തരം മുൻധാരണകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ സജീവമായിട്ട്, പ്രത്യേകിച്ചും നമ്മുടെ യുവ ടീച്ചേഴ്സ് ഒക്കെ ഇത്തരം സ്കില്ലുകൾ ഇന്നത്തെ കാലത്ത് നേടേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പുതിയ കാലത്തെ, അതായത് നെറ്റിസൻസ് ആണ്. അവർക്ക് എല്ലാ സമയത്തും ഇത്തരം കഴിവുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ടീച്ചേഴ്സ് അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പിന്നിലായി പോകും. അതുകൊണ്ട് എപ്പോഴും വിജയിച്ച് മുന്നേറുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, വെൽക്കം സാർ. ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ ലത്തീഫ് സാർ? ഗ്രൂപ്പിലുണ്ട്. ആ ഓക്കെ. പിന്നെ വേറെ ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത്? നല്ല ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള സംസാരമാണ് ലത്തീഫ് സാർ നടത്തിയത്. ശരിയാണ്, കാരണം കുട്ടികൾ നമ്മളെക്കാൾ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളെ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഔട്ട്ഡേറ്റ് ആകുക എന്നുള്ളതാണ് സംഭവിക്കുക.